കഴിഞ്ഞ ദിവസം എൻ്റെ ഉമ്മച്ചിക്ക് ഇഷ്ടമുള്ള ഒരു ലോഡഡ് ഫ്രൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ന് എൻ്റെ ഉപ്പാക്ക് വേണ്ടിയിട്ട് കട്ട്ലേറ്റ് ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ ആദ്യം ചോദിക്കുന്നത് ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നതെന്നാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഈവനിങ്ങിലോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനോ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്തുണ്ടാക്കിയാലും എൻ്റെ ഉപ്പാക്ക് അത് ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ എന്തുണ്ടാക്കിയാലും അതിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഉമ്മച്ചിയാണെങ്കിലും എൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിലും അതെടുത്ത് പറയാറുണ്ട്. പക്ഷേ എൻ്റെ ഉപ്പ ഇതുവരെ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരു തവണ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു വൈറ്റ് സോസ് ചിക്കൻ പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ സിസ്റ്റേഴ്സിനും ഉമ്മച്ചിക്കൊന്നും അത്ര വലിയ ഇഷ്ടമായില്ല, എന്നാലും അവർ കഴിച്ചു. പക്ഷെ അത് കൂടുതലായി കഴിച്ചത് എൻ്റെ ഉപ്പയാണ്. ഞാൻ എന്തുണ്ടാക്കിയാലും അത് കഴിക്കും എന്ന് 100% ഉറപ്പുള്ള ഒരേ ഒരാൾ എൻ്റെ ഉപ്പേട്ടോ. ഉപ്പാക്ക് ഈ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്. ഉമ്മച്ചി അങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കാറില്ല. ഞാൻ വന്നാലാണ് കൂടുതലും അതൊക്കെ ഉണ്ടാക്കാറുള്ളത്. ഇന്നിപ്പോൾ ഈ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട്. ഇവിടെ എത്തിയ ശേഷം ഞാൻ ഉമ്മച്ചിക്ക് വിളിച്ചു ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു കട്ട്ലേറ്റ് എന്ന്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞതാട്ടോ ഉപ്പാക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് എന്നാണ് ഉമ്മച്ചി ആദ്യം പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമൊക്കെ തോന്നി. പിന്നെ ഇന്ന് ഞാനിങ്ങ് പോന്നില്ലേ, അതിൻ്റെ ചെറിയൊരു മൂഡ് ഔട്ടും ഉണ്ട്. അപ്പോൾ ഓക്കെ ബൈ.